ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ഇമേജ് കോൺഷ്യസ് ആണ്. അവരവരുടെ പേര് നിലനിർത്താൻ ചിലപ്പോൾ എന്ത് വേണിച്ചാലും ചെയ്തു എന്ന് വരും. നല്ല ബ്യൂട്ടി നോക്കണ ആൾക്കാരാണ്. എസ്തെറ്റിക്സ് സെൻസ് നന്നായിട്ടുണ്ട്. ഇൻ്റലിജൻസ് കറക്റ്റ് സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് ആണ്. സെൽഫ് റെസ്പെക്റ്റ് ജീവിതത്തിൽ നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. ചിത്തിര നക്ഷത്രക്കാരുടെ പവർ എന്തായാലും നല്ല രീതിയിൽ വിസിബിൾ ആവും. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നല്ല മനസ്സിൽ നന്നായിട്ട് തന്നെ കൊള്ളുകയും ചെയ്യും. മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം നല്ല രീതിയിലുണ്ട്. ഈഗോ നന്നായിട്ട് ഹേർട്ടാവും. സൈലൻ്റ് ആയിരിക്കും, പക്ഷെ അത് മനസ്സിൽ നന്നായിട്ട് കൊണ്ടുണ്ടാവും. ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താൽ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും. എന്നെ ചെറുതായി കാണരുത് എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നല്ല ക്രിയേറ്റീവ് മൈൻഡാണ്. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്തായാലും ഉണ്ടാവും. നല്ല ലീഡർഷിപ്പ് മൈൻഡിങ്ങും ഉണ്ട്. ബ്രാൻഡ് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. പബ്ലിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും. ആർക്കിടെക്ചർ, ഡിസൈൻ, മീഡിയ, സിനിമ, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ, ഇൻറ്റീരിയർ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. ഈഗോ ക്ലാഷസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നന്നായിട്ടുണ്ട്. ഡൊമിനേറ്റ് ചെയ്യണ നേച്ചറാണ്. മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യരുത്, അത് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ജനുവരി മാസത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഫീലിങ്സും ഒക്കെ മറ്റുള്ളവർ കാണാതെ പോയി. ഈഗോയിലും ശരിക്കും പറഞ്ഞാൽ കൊണ്ടു. കരിയറിൽ എന്തായാലും അതോറിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. റെക്കഗ്നിഷൻ എന്തായാലും ഡിലേ ആയി ഉണ്ടാവും. വർക്ക് പ്ലേസിൽ പൊളിറ്റിക്സ് എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ പവർ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. കൺട്രോൾ ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ടാവും. ഉള്ളിൽ നന്നായിട്ട് കത്തുണ്ട്, പക്ഷെ വാക്കുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല. റെസ്പെക്റ്റ് എന്തായാലും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതോറിറ്റിയും എന്തായാലും ഇൻക്രീസ് ആവും. എന്തായാലും നിങ്ങൾക്ക് ഭരിക്കാൻ എന്തായാലും പറ്റും. വിസിബിളായിട്ട് തന്നെ വളരാനും പറ്റും. ഡിസിഷനിലൊരു ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. ഫെബ്രുവരി 9 മുതൽ 10 വരെയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉള്ളത്. കരിയറിൽ എന്തായാലും ലീഡർഷിപ്പ് റോൾ ഉണ്ടാവും. പബ്ലിക്കിൽ റെക്കഗ്നിഷൻ എന്തായാലും ഉണ്ടാവും. ഒരു അപ്ഗ്രേഡ് എന്തായാലും ഉണ്ടാവും. ക്രിയേറ്റീവ് സക്സസ് ആയിരിക്കും. കാമായിട്ടുള്ള അതോറിറ്റിയാണ്, പക്ഷേ ഡൊമിനൻസ് നല്ല ലൗഡ് തന്നെയായിരിക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വലിയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ പൈസ പോവും. അത് നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിരിക്കും. അസറ്റ് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും ഉദ്ദേശമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. ഈഗോ ക്ലാഷസ് എന്തായാലും പ്രണയത്തിൽ കമ്മിയാവും. ഓണസ്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് വർക്കൗട്ടാവും. ഓണസ്റ്റായിട്ട് സംസാരിച്ചില്ലെങ്കിൽ വർക്കൗട്ട് ആവുകയുമില്ല. കല്യാണത്തെ പറ്റിയിട്ടുള്ള സംസാരം കുറച്ച് മുന്നോട്ട് പോകും. അനിഴം, പുണർദം, ഉത്രം ഈ 3 നാളുകാരായിട്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ബിസിനസ് നോക്കുകയാണെങ്കിൽ ബ്രാൻഡിങ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ നല്ലൊരു സക്സസ് കണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഡിസൈൻ, മീഡിയയിലൊക്കെ നല്ല ഗ്രോത്ത് കണ്ട്. ഈഗോ ബേസ്ഡ് ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒക്കെ വിജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആർക്കിടെക്ചർ, ഡിസൈൻ, അഡ്മിനിസ്ട്രേഷനിലൊക്കെ സക്സസ് കാണുന്നുണ്ട്. പ്രസൻറ്റേഷൻ സ്കില്ല് നല്ല പീക്കായിട്ട് തന്നെ മുന്നോട്ട് പോവും. ചിത്തിര നക്ഷത്രക്കാരൻ പൊതുവെ ജയിക്കുന്നത് അടിച്ച് കീഴടക്കുമ്പോഴല്ല, സ്വന്തം ഇമേജ് പണിയുമ്പോൾ തന്നെയാണ്. താഴെയല്ല, പക്ഷെ നിൻ്റെ ഈഗോ നിന്നെ മൂടുമ്പോൾ ലോകം നിന്നെ കാണാതെ പോകും.